ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്കായി കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയപരിധി ഈ മാസം 30 വരെ നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാമത് വാർഷിക യോഗത്തിന് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ തുടക്കം. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനം അഭിസംബോധന ചെയ്യും. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ന്യൂസിലാൻഡ്. വാർത്തകൾ വിശദമായി. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സമാധാന സംഘം ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇതു സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ശ്രീ മോദിക്ക് കത്തയച്ച കാര്യം ഇന്ത്യയിലെ യുഎസ് അംബാസഡർ സെർജിയോ ഗോർ സമൂഹമാധ്യമത്തിൽ പങ്കിട്ടു. ആഗോള സംഘർഷം പരിഹരിക്കുന്നതിനുള്ള പുതിയ സമീപനത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ കഴിയുന്നത് വലിയ ബഹുമതിയാണെന്ന് ട്രംപ് കത്തിൽ സൂചിപ്പിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യ UAE സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച വഴിയൊരുക്കും. UAE പ്രസിഡന്റായതിനുശേഷം ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ 3ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം എന്നിവയിൽ ഇന്ത്യയും UAEയും സഹകരണം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സന്ദർശനം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് പട്ടികയിലെ തിരുത്തലുകൾക്കായി അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ മാസം 30 വരെ സമയപരിധി നീട്ടി നൽകിയത്. കേരളത്തിൽ കരട് പട്ടിക ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് പ്രസിദ്ധീകരിച്ചത്. തിരുത്തലുകൾക്കുള്ള കാലയളവ് ഈ മാസം 22 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. VBG റാംജി നിയമവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളെ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ജോലി ചെയ്യാനുള്ള അവകാശം ഈ നിയമത്തിലൂടെ നിഷേധിക്കപ്പെടുന്നെന്ന വാദം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണമെന്നും അല്ലാത്തപക്ഷം തൊഴിലില്ലായ്മ വേതനം നിർബന്ധമായി നൽകണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാമത് വാർഷിക യോഗത്തിന് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ തുടക്കമാകും. 3000-ലധികം ആഗോള നേതാക്കൾ പങ്കെടുക്കും. 5 ദിവസം നീളുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പ്രഹ്ലാദ് ജോഷി, കെ രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് 100-ലധികം സിഇഒമാരുൾപ്പെട്ട സർക്കാർ പ്രതിനിധി സംഘവും ദാവോസിൽ എത്തിയിട്ടുണ്ട്. കർണാടക, ഉത്തർപ്രദേശ്, കേരളം, തെലങ്കാന ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 7900 കിലോമീറ്ററിലധികം ട്രാക്കുകൾ പുതുക്കിപ്പണിയാൻ ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 7500 കിലോമീറ്ററിലധികം ട്രാക്ക് പുതുക്കൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6800 കിലോമീറ്ററിലധികം ട്രാക്ക് പുതുക്കൽ നടന്നിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 86ാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് ലക്നൌവിലെ ഉത്തർപ്രദേശ് നിയമസഭയിൽ ആരംഭിക്കും.
ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സമ്മേളനത്തിൽ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, സഭയുടെ നടത്തിപ്പ് തുടങ്ങിയവ ചർച്ച ചെയ്യും. ഈ മാസം 21-ന് സ്പീക്കർ ഓം ബിർളയുടെ സമാപന പ്രസംഗത്തോടെ സമ്മേളനം അവസാനിക്കും. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാഗ്പൂരിൽ സോളാർ ഇൻഡസ്ട്രീസ് സ്ഥാപിച്ച മീഡിയം കാലിബർ അമ്യൂണിഷൻ ഫെസിലിറ്റിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നിർമ്മിച്ച പിനാക ഗൈഡഡ് റോക്കറ്റിന്റെ ആദ്യ ബാച്ചിന്റെ കയറ്റുമതിയും ചടങ്ങിൽ നടന്നു. പിനാക മിസൈലുകൾ വാങ്ങാൻ ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. हमारा डिफेंस इकोसिस्टम पहले से कई गुना मजबूत हुआ है. उसका साइंटिफिक टेम्परामेंट और टेक्नोलॉजी ड्रिवन अप्रोच जिस तरह से प्राइवेट सेक्टर में विकसित हुई है वह वास्तव में काबिले तारीफ है. भारत अब केवल इम्पोर्टर नहीं रहा बल्कि भारत एक्सपोर्टर बन चुका है और एक मेजर एक्सपोर्टर इस वर्ल्ड का बनने की दिशा में तेजी से भारत आगे बढ़ रहा है. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ ആരംഭിച്ച സംഗമത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് ഒരുക്കിയ കേരള ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പൈലറ്റ് കേന്ദ്രം ഇന്ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ എന്നിവരും പങ്കെടുക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പര ന്യൂസിലാൻഡിന്. ഇന്നലെ രാത്രി ഇൻഡോറിൽ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ 41 റൺസിന് പരാജയപ്പെടുത്തി. ന്യൂസിലാൻഡ് മുന്നോട്ടുവച്ച 338 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 46 ഓവറിൽ 296 റൺസേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നുവരെ മൂടൽമഞ്ഞ് നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഡൽഹിയിലേക്ക് പോകുന്ന 50-ലധികം ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. യാത്രക്കാർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിനുകളുടെ ഏറ്റവും പുതിയ സ്ഥിതി പരിശോധിക്കാൻ റെയിൽവേ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1801178000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ ഈ മാസം 23 വരെ അറിയിക്കാം. സ്പെയിനിൽ 2 അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 21 പേർ മരിച്ചു. 12ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു ട്രെയിൻ പാളം തെറ്റി തൊട്ടടുത്ത ട്രാക്കിലേക്ക് മറിഞ്ഞതാണ് അപകടത്തിന് കാരണം. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻസ് എന്ന പേരിൽ ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ജനുവരി 21 വരെയാണ് പരിപാടി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 6 വരെ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കൂ. നാളെ രാവിലെ 6:30-ന് പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി നട അടയ്ക്കും. ഇന്നലെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള കളഭാഭിഷേകം നടന്നു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 വനിതാ കേഡർമാർ ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ജില്ലാ റിസർവ് ഗാർഡ്, കോബ്ര സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നീ സംഘങ്ങൾ നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ കീഴടക്കാൻ ആയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്കായി കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയപരിധി ഈ മാസം 30 വരെ നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാമത് വാർഷിക യോഗത്തിന് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ തുടക്കം. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനം അഭിസംബോധന ചെയ്യും. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ന്യൂസിലാൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.